ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ കക്കാടംപൊയിൽ കുരിശുമലയിലാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുരിശുമലയുടെ താഴെ നായാടിപ്പൊയിൽ എന്ന സ്ഥലത്താണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ട്രെക്കിംഗ് സൗകര്യമുണ്ട്. നടന്ന് പോകേണ്ടവർക്ക് നടന്ന് പോകാൻ കുറച്ച് ദൂരമുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട് കേട്ടോ. ചായ ഒക്കെ കുടിക്കേണ്ടവർക്ക് ഇവിടുന്ന് ചായ കുടിക്കാം. ഞങ്ങൾ ജീപ്പിനാണ് പോകുന്നത്. ജീപ്പിന് പോയി തിരിച്ച് കൊണ്ടുവരുന്നതിന് 700 രൂപയാണ് ചാർജ് പറഞ്ഞത്. ചിലർ 800 രൂപയും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും നമുക്ക് കുരിശുമലയ്ക്ക് വീണ്ടും കുറച്ച് കാൽനടയായിട്ട് തന്നെ പോകണം. അങ്ങോട്ട് ഫുള്ളായിട്ട് വണ്ടി കയറില്ല, നല്ല കയറ്റാണ്. അപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടെ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറ്റാൻ തുടങ്ങാൻ പോവാണ്. പുറത്തുനിന്നുള്ള വണ്ടികളൊന്നും ഇവർ വിടുന്നിട്ടില്ല. ഇവിടെ ചങ്ങലൊക്കെ ഇട്ടിട്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പുറത്തുനിന്ന് വന്ന വണ്ടിയാണ്, അവരെ പോകാൻ സമ്മതിച്ചിട്ടില്ല. 4 വീലായാലും അവർ വിടൂല. ഇവിടെയുള്ള ജീപ്പിലെ മാത്രമേ നമുക്ക് ഇവിടെ യാത്ര ചെയ്യാനുള്ള അനുമതിയുള്ളൂ. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് ഇവിടെ പുറത്തുനിന്നുള്ള വണ്ടികൾ ഇതിൻ്റെ മുന്നേ ഇവിടെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത്രേ. അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ ഇവിടെ കയറാൻ അനുവദിക്കാത്തത്. ഇപ്പോൾ നമ്മൾ നല്ല ചെങ്കുത്തായ കയറ്റമാണ്. ഇവിടെയൊക്കെ റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഈ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഓഫ് റോഡാണ്. അപ്പോൾ ഓഫ് റോഡ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശൊക്കെ കോൺക്രീറ്റ് ചെയ്ത റോഡുകളുണ്ട്. ഇവർ നന്നാക്കാതെ ഇങ്ങനെ ഇടുന്നതാണ്. സാഹസിക യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. നടന്ന് പോയിട്ടൊക്കെ തിരിച്ചു വരുന്ന ആളുകൾ നമുക്ക് കാണാം. വ്ളോഗേഴ്സാന്ന് തോന്നുന്നുണ്ട്. നല്ല കയറ്റാണ് കേട്ടോ. 4 വീൽ വണ്ടി മാത്രമേ ഇവിടെ കയറുള്ളൂ. ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് നടന്നിട്ട് വേണം ഈ കുരിശുമലേൻ്റെ മുകളിലേക്ക് കയറാൻ. നല്ല ചെങ്കുത്തായ കയറ്റമാണ്. അപ്പം അതൊക്കെ അങ്ങനെ കയറി തുടങ്ങാം. ഇവിടുന്ന് കൂടുതൽ ദൂരമൊന്നുമില്ല. 30 മീറ്ററാണ് വണ്ടിക്കാർ പറഞ്ഞത്. 30 മീറ്റർ ഒന്നുമല്ല. കൂടുതൽ നടക്കാണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പം അവിടെ നിന്ന് ചിലരൊക്കെ മടിക്കും പോരാൻ. അതുകൊണ്ടായിരിക്കും അവർ 30 മീറ്റർ പറഞ്ഞത്. നല്ല മണ്ണാണ് കേട്ടോ ഇവിടെയൊക്കെ. ഈ മലൻ്റെ മുകളിൽ പാടത്തെ മണ്ണ് പോലത്തെ മണ്ണാണ് നമുക്കിവിടെ കാണുന്നത്. നിറയെ ഒരു ചെറിയ പുൽക്കാടുകളാണ്. ഈ പുൽക്കാടുകളൊക്കെ വേനൽക്കാലത്ത് തീയിട്ട് നശിപ്പിക്കുന്ന പറഞ്ഞത്. പിന്നെ അടുത്ത വർഷത്തേക്ക് വീണ്ടും മഴയൊക്കെ വന്ന് ഇതുപോലെ പുല്ല് നിറയും. പിന്നെ ചെറിയ ചെറിയ മൊട്ടക്കുന്നുകളാണ് ഇവിടെ. നമ്മൾ ജീപ്പ് നിർത്തിയിടത്തുനിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വേറൊരു മലയാണ്. ഇതിനേക്കാളും വലിയ മലയൊന്നുമല്ല. പക്ഷെ ഇവിടെയാണ് കുരിശുമല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കയറൽ ഇവിടെയാണ്. ഏതാണ്ട് ഞങ്ങൾ മലയുടെ പകുതിയോളമായി കയറി. ഇപ്പോൾ ഒരു 3 മണി സമയമായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടപ്പം ഇവിടെ നല്ല കോടയും മഞ്ഞും അങ്ങനെയൊക്കെ കണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പം ഇവിടെ കോടയില്ല, മഞ്ഞുമില്ല. ഇപ്പോൾ പിന്നെ ഒരു 3 മണി സമയമായത് കൊണ്ട് അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ. ഒരു കാറ്റ് പോലും ഇല്ല. ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇതിലേറെ നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥയാണ്. ഇവിടുത്തെ കാലാവസ്ഥ ഒട്ടും സുഖകരമല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ ഇവിടെ സഞ്ചാരികളൊക്കെ കുറവുണ്ട്. ഈ സീസണിൻ്റെ പ്രത്യേകത ആയിരിക്കും. ഇതിപ്പോൾ ജനുവരി മാസമാണ്. അപ്പോൾ ഇവിടെ പൊതുവെ ജനുവരിയിലൊക്കെ ഇതുപോലെ ചൂടായിരിക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവർ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസൊക്കെ ഉണ്ട്. കുറച്ച് വൈബൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അത്ര ഉയരത്തിലിരിക്കുന്ന ഒരു മലയാണ്. അപ്പോൾ
നമ്മളിപ്പോൾ ഏതാണ്ട് ഈ മലയുടെ മുകൾ ഭാഗത്ത് ഏതാണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ മലയുടെ ഏതോ ഒരു സൈഡിൽ ഓറഞ്ചിൻ്റെ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ പോകുന്ന സമയത്താണ് ഡ്രൈവർ പറഞ്ഞത്. പക്ഷെ അങ്ങോട്ട് സഞ്ചാരികൾക്കൊന്നും പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല, അതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പാറയും കൂടി കയറി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ടോപ്പിലെത്തും. ഓം കുരിശുമല ഇവിടെ അടുത്തായിട്ട് തന്നെയാണ്. ഇപ്പം നമ്മൾ ഏതാണ്ട് ഇവിടെ മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ ചിത്രമൊക്കെ വരച്ച് വെച്ച് കാണുന്നു. കർമ്മ ഇപ്പോൾ ഇതാ കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഏതാണ്ട് ഒരു പരന്ന് കിടക്കുന്ന മലകൾ തന്നെയാണ്. ഇതിൻ്റെ ഇടത് ഭാഗത്ത് കുറച്ച് ഡേഞ്ചറായിട്ട് നല്ല ഇറക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തെന്നിപ്പോയാൽ പൊടി പോലും കിട്ടാത്ത ഒരു മലയാണ്. അപ്പോൾ കുട്ടികളൊക്കെ കെയർഫുള്ളായിട്ട് ഇരിക്കുക. നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂസാണ് ഈ കാണുന്നത്. കുരിശുമല എന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും കുരിശ് കാണുന്നില്ല. ഇനിയിപ്പോൾ എവിടെയാണ് ഇതിൻ്റെ അപ്പുറത്ത് എവിടെ സ്ഥാപിച്ചതെന്ന് അറിയില്ല. കുരിശുമല എന്ന് പറയുമ്പോൾ ഒരു കുരിശ് ഉണ്ടാവേണ്ടതാണ്. ഏതായാലും കുരിശുമലയുടെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ല ഉയരത്തിലാണ്. ഇവിടെ രാവിലെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ കോടയൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പോഴത്തെ ഈ സീസണിൽ എങ്ങനെ അറിഞ്ഞൂടാ. ഏതായാലും കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് നടന്നു നോക്കാം. നമുക്ക് അവിടെ കുരിശ് കാണണം. പിന്നെ അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാലോ. ഏതായാലും ഇവിടെ കയറിയതല്ലേ, അപ്പോൾ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ തന്നെ നിന്നിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഒന്ന് അങ്ങോട്ട് നടന്നു നോക്കട്ടെ. സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം. എന്താണെന്നറിയാം, എന്തൊരു ചെരിഞ്ഞ സ്ഥലമാണ്. കാലൊക്കെ തെറ്റിപ്പോയാൽ ഏറ്റവും അടിയിലെത്തിയിട്ട് നമ്മൾ നിൽക്കുള്ളൂ. ഇതാണ് നമ്മൾ ആ കുരിശ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ കുരിശ് കാണണമെങ്കിൽ ഈ മലയിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് കുരിശ് കാണുന്നത്. അപ്പോൾ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.